അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി എല്ലാവരും കേൾക്കണം, സ്കിപ്പ് ചെയ്യരുത്. അത് പറയാൻ കാരണം, നമ്മൾ എത്രയോ സമയം ആവശ്യമില്ലാത്തതും ഉള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ കണ്ട് സമയം കളയുന്നുണ്ട്. വേറെ പല രീതിയിൽ നമ്മുടെ സമയം വെറുതെ പാഴായി പോകുന്നുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും ഉപകാരമുള്ള നല്ലൊരു മരുന്ന് പറയുമ്പം അത് കട്ടാക്കാതെ മുഴുവനായും കേൾക്കുകയും അത് നമുക്ക് ഉപകാരപ്പെടുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള കൂലിയും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും നമുക്കൊരു ആശ്വാസവും സന്തോഷവും കിട്ടും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഈ മരുന്ന് നിങ്ങൾ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായം പറയുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇന്ന് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു 60-70% സ്ത്രീകൾക്കും മെൻസസ്, അതായത് ആർത്തവ സമയത്ത് വയറുവേദന ഉണ്ടാകും. എത്രയോ ആളുകൾക്കുണ്ട്. എന്നോട് വിളിച്ച് ചോദിക്കലുണ്ട്, ഉസ്താദെ വയറുവേദന വല്ലാതെ ഉണ്ട്, പീരിയഡ്സാണ്, എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള ഒരു വോയിസാണ്, ഒരു വീഡിയോസാണ് ഇപ്പോൾ ഞാൻ വിടുന്നത്. കാരണം എത്രയോ ആളുകൾ ഈ വയറുവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. ചില ആളുകൾ ഉലുവ ചൂടാക്കിയ വെള്ളം കുടിക്കും. ചില ആളുകൾ വെറും ചൂടുവെള്ളം കുടിക്കും. ചില ആളുകൾ ജീരകവെള്ളം കുടിക്കും. ചില ആളുകൾ ഡോക്ടറെ കാണിച്ച് മെഡിസിന് കഴിക്കും. ചില ആളുകൾ ഒന്നും കഴിക്കാതെ വയറ് പൊത്തിപ്പിടിച്ച് കമഴ്ന്ന് കിടക്കും. ഇങ്ങനെ പല രീതിയിൽ ചികിത്സ നോക്കുന്ന ആളുകളുണ്ട്. എന്നാലോ അതിനൊന്നും ഒരു മാറ്റവുമില്ല, ചെറിയൊരു ആശ്വാസമുണ്ടാകും. അങ്ങനെ 6-7 ദിവസം കഴിഞ്ഞുകൂടും. പിറ്റത്തെ മാസം വീണ്ടും അതുപോലെ വേദന ഉണ്ടാകും. അങ്ങനെ കാലം കഴിഞ്ഞു പോകും. എന്നാൽ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു മരുന്നാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും. അതിൽ സംശയമില്ല. അങ്ങനത്തെ മരുന്നാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക. അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന, അന്വേഷിച്ചാൽ കിട്ടും, കരുന്നച്ചീല എന്ന് പറയും. കരുന്നച്ചീല, ഈ കരുന്നച്ചീലൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഒരു 5-10 നല്ല ഫ്രഷായ ഇല എടുത്ത് അത് കഴുകി അതൊന്ന് കുത്തിയിട്ട് അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. 1 ഔൺസ് നീര് വേണം ഒരു നേരം കുടിക്കാൻ, 1 ഔൺസ്. അത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളെ വീട്ടിലുള്ള കല്ലുപ്പും കായവും, നമുക്ക് ചോദിച്ചാൽ കടയിൽ നിന്ന് കിട്ടും കായം. ഈ കായവും കല്ലുപ്പും പൊടിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ 1 ഔൺസ് നമ്മളുണ്ടാക്കി വെച്ച ആ കരുന്നച്ചിൻ്റെ നീരിലേക്ക് ഒരു നുള്ള്, 2 വിരൽ കൊണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന ഒരു നുള്ള് ആ നീരിലേക്ക് ചേർക്കുക, മേമ്പൊടിയായിട്ട് ചേർക്കുക. അത് ചേർത്തിട്ട് അത് സേവിക്കുക, അത് കുടിക്കുക. അത് ഇന്ന സമയം ഒന്നുമില്ല, നമുക്ക് വയറുവേദന ഉണ്ടാകുമ്പം കുടിക്കുക, രാവിലെ കുടിക്കുക, വൈകുന്നേരം കുടിക്കുക, രാത്രി കിടക്കുന്ന സമയത്തൊക്കെ കുടിക്കുക. ഇനി ഒരു ദിവസം 2 നേരം സേവിച്ചാലും കുഴപ്പമില്ല, 2 നേരം സേവിക്കുക. അങ്ങനെ സേവിച്ചാൽ തുടർച്ചയായിട്ട് ഒരു 3-4-5 ദിവസം നിങ്ങളത് ഉപയോഗിക്കുക. ആ വേദന അപ്പം നിൽക്കും. ഇനി അടുത്ത മാസം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോഴും അത് തയ്യാറാക്കി വെക്കുക. വേദന ഉണ്ടാകുന്ന ഉടനെ വേഗം അത് കുടിക്കുക. അങ്ങനെ കുറച്ച് ദിവസം തുടരായിട്ട് കഴിയും, പിന്നെ വേദന പാടേ അങ്ങോട്ട് മാറിപ്പോവും. ഈ മരുന്ന് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഈ മരുന്നുകളൊക്കെ എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. അത് നിർബന്ധമായി നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ് മെൻസസ്. അപ്പോൾ അതിന് വയറുവേദന ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനും വിഷമങ്ങളുമാവും. ആ വയറുവേദന കൂടിയാൽ വേറെന്തെങ്കിലുമൊക്കെ രോഗങ്ങളായി മാറുകയും ചെയ്യും.
അതുകൊണ്ട് പൂർണ്ണമായി എല്ലാവരും കേൾക്കുകയും ഇൻഷാ അല്ലാഹ് ഈ വോയിസ് കേട്ട് തൃപ്തിപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായം പറയുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ. എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.